ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായിട്ടോ ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുത്തിട്ട്. അപ്പം ഇന്ന് ഞായറാഴ്ചയാണ്, ഫ്രീ ആണല്ലോ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ എണീറ്റപ്പം നല്ല തണുപ്പ്, നല്ല കാറ്റാണ് ഇവിടെ. അപ്പം ഒരു കട്ടൻ ഉണ്ടാക്കി കുടിച്ചു കേട്ടോ. കട്ടനൊന്നും പതിവില്ലാത്തതാണ്, പക്ഷെ തണുപ്പ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് കട്ടൻ ഉണ്ടാക്കിയതാണ്. കൂടെ നമ്മൾ ഇന്നലെ പുറത്തു പോയപ്പം ഒരു സ്നേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അജ്വൈൻ ഖാരി. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം അതും കൂട്ടി ചായ കുടിച്ചു. ഇതാണ് ഖാരി. ഇങ്ങനെയുണ്ടാവും ഒരു ഫുള്ള്. യെസ്, ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ പൊടിയും, നമ്മൾ പപ്സൊക്കെ കഴിക്കുന്ന പോലെ അതിങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് വീഴും. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. നമ്മൾ എന്താ ചായക്ക് ഉണ്ടാക്കാം? ഇതിലുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തലേന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ പിറ്റേന്ന് വന്ന് ഒരു നിപ്പാണ്, എന്താ ഉണ്ടാക്കുക. അപ്പം ഒന്നെങ്കിൽ പുട്ടുപൊടി ഉണ്ടെങ്കിൽ പുട്ടുണ്ടാക്കും, അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കും, ഇതുപോലെ ആട്ടേൻ്റെ ദോശ, അല്ലെങ്കിൽ ഉപ്പുമാവ് വളരെ കുറവാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ദോശ ഉണ്ടാക്കി. ഇങ്ങനെ നല്ല തിന്നായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല മുരിഞ്ഞ് ചൂടോടെ കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഉരുളക്കിഴങ്ങിൻ്റെ മസാലക്കറി ഉണ്ടാക്കി. ഇന്ന് ഞായറാഴ്ചയായിട്ട്, സാധാരണ ഞായറാഴ്ച ദിവസം ഞങ്ങളെല്ലാവരും ലേറ്റ് ആയിട്ടാണ് എണീക്കാറ്. പക്ഷെ ഇന്ന് എല്ലാവരും നേരത്തെ എണീറ്റു. അതുകൊണ്ട് ചായ ഒക്കെ നേരത്തെ തന്നെ കഴിഞ്ഞു കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുള്ള ചാർക്കോളിൻ്റെ മാസ്ക് ആണ്. ഏട്ടന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വെച്ചതായിരുന്നു കേട്ടോ. ഞാൻ തേക്കുന്ന ഒട്ടുമിക്ക ഫേസ് മാസ്കുകളൊക്കെ ഞാൻ ഏട്ടന് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ, സമയം കിട്ടുകയാണെങ്കിൽ. അപ്പോൾ ഇതും അതുപോലെ എടുത്ത് വെച്ചതാണ്. അപ്പോൾ എത്ര തന്നെ കട്ടയായാലും ഇത് ഒന്ന് ഡബിൾ ബോയിലിംഗ് ചെയ്താൽ നമുക്കത് ലൂസായിട്ട് വന്നോളും. ഞാനാണെങ്കിൽ അതിൽ കുറച്ച് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ലായിരുന്നു, ഒഴിച്ചപ്പം കുറച്ച് ലൂസും ആയിപ്പോയി. അപ്പം എന്നിട്ട് ഞാൻ ഏട്ടന്, ഏതായാലും സമയമുണ്ടല്ലോ, അപ്പോൾ ഏട്ടന് തേച്ച് കൊടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് തേച്ചതിനേക്കാളും കുറച്ചും കൂടെ ബെനിഫിറ്റ് ഏട്ടന് തേച്ചപ്പോഴാണ്. ബെനിഫിറ്റ് എനിക്ക് കിട്ടിയില്ല എന്നല്ല, പക്ഷെ കുറച്ചും കൂടെ കാര്യം ഉണ്ടായത് ഏട്ടനാണ്. കാരണം ഏട്ടന് നല്ലോണം വൈറ്റ് ഹെഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് തേച്ച് വലിച്ചപ്പോഴാണ് ഏട്ടന് ഇത്രയും വൈറ്റ് ഹെഡ്സ് ഉള്ള കാര്യം അറിയുന്നത്. അപ്പം ഇതുപോലെ, അതായത് ചെറുപ്പത്തിൽ പിമ്പിൾസ് വന്നിട്ട് ഇങ്ങനെ കുഴികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുപോലെ ഇങ്ങനെ പിമ്പിൾസ് വന്നിട്ട് കുഴിയൊക്കെ വന്നവർക്ക് അതിൽ ഈ വൈറ്റ് ഹെഡ്സ് ഒക്കെ നിറയാനുള്ള ചാൻസ് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് പറ്റുന്നവർക്ക്, സ്കിന്നിന് ഇതൊക്കെ പറ്റുന്നവർ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഏട്ടൻ തന്നെ ഞെട്ടിപ്പോയി, അതാണ് സംഭവം. ഇത്രയും പുറമേ നിന്നൊക്കെ ഇത് വാങ്ങിയിട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ഇതിൻ്റെ പീൽ ഓഫ് മാസ്ക് പുറമേ നിന്ന് വാങ്ങാൻ കിട്ടുമല്ലോ, അപ്പോൾ അന്നപ്പോൾ ഒന്നും ഇത്രയും കിട്ടിയിട്ടില്ല എന്നാണ് ഏട്ടൻ പറയുന്നത്. അത്രയും എനിക്കൊന്ന് നല്ലോണം കട്ടിക്കിട്ടതുകൊണ്ടും ഒക്കെ ആയിരിക്കണം. ഓക്കെ, നല്ല ചേഞ്ച് ഉണ്ട് കേട്ടോ. അപ്പം സ്കിന്നിൻ്റെ ടോൺ ആണെങ്കിലും പിന്നെ വൈറ്റ് ഹെഡ്സ് ആണെങ്കിലും കണ്ടില്ലേ, നല്ല രീതിക്ക് പോയിട്ടുണ്ട്. ആദ്യത്തെ ബിഫോർ എടുത്തില്ല അല്ലേ, പക്ഷെ ഏതെങ്കിലും ചായ കുടിക്കുമ്പോഴോ ഒക്കെ മുന്നുള്ളത് കിട്ടുകയാണെങ്കിൽ മനസ്സിലാവും. എൻ്റെ മോനെ, നല്ല രീതിക്ക് വൈറ്റ് ഹെഡ്സ് പോട്ടോ. ഇതുപോലെ കുഴികൾ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഈ ഒരു മാസ്ക് നിങ്ങൾക്ക് ഭയങ്കര എഫക്റ്റ് ഉണ്ടാവും അല്ലേ ഏട്ടാ? എന്തെങ്കിലും പറ. ഇനി ഞങ്ങൾക്ക് മാർക്കറ്റ് പോകണം, പച്ചക്കറി മാർക്കറ്റ് പോകണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഉച്ചത്തെ ചോറിന് ഞങ്ങൾ പൊതിച്ചോറ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അങ്ങനെ ഒരു കൊതി വന്നു, അപ്പം പൊതിച്ചോറ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പം മാർക്കറ്റ് പോയിട്ട് കുറച്ച് സാധനം വാങ്ങിക്കേണ്ടതുണ്ട്. അപ്പം അതൊക്കെ വാങ്ങിയിട്ട് വരാം. അപ്പൊ ഇതാണ് പച്ചക്കറി മാർക്കറ്റ്.
ഞാൻ അധിക വീഡിയോസിലും കാണിച്ചിട്ടുണ്ടാവും ഈ പച്ചക്കറി മാർക്കറ്റ്. ഓക്കെ, സൺഡേ കൊണ്ട് നല്ല തിരക്കുണ്ടാവേണ്ടതാണ്, പക്ഷേ ഇന്നെന്തോ കുറവാണ്. ചക്ക നമ്മൾ സ്ഥിരമായിട്ട് കോണ് വാങ്ങുന്ന സ്ഥലമാട്ടോ ഇത്. ഇപ്പൊ കുറച്ചായി ഞങ്ങൾ കോണ് വാങ്ങിച്ചിട്ട്. മതി. ഈ ഒരൊറ്റ പീസ് കോണിന് 20 രൂപയാട്ടോ. ഇതാണ് ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ്. ഒക്കെ വളർത്തു മീനുകളാണ്. ആ അത് ഇതില് ഇതെന്തുവാ? നാട്ടില് നല്ല റേറ്റ്. അയില് ഈ സെക്ഷൻ, അതായത് ഇതിന്റെ അപ്പുറത്ത് പച്ചക്കറി, ഇപ്പുറം മൊത്തം പിന്നെ ഇതുപോലത്തെ പൂക്കള് കടയാട്ടോ. ഇത് ഇവര് ഷോപ്പുകാരൻ ഉണ്ടാക്കുന്നതാണ് ഈ മാലകളൊക്കെ. നമുക്ക് പൊതിച്ചോറ് ഉണ്ടാക്കാൻ ഇവിടുന്ന് മുത്തശ്ശീൻ്റെ അടുത്തുനിന്ന് ഇല വാങ്ങിക്കാട്ടോ. ഇതിപ്പോ 3 ഇലക്ക് എത്രയാ? 10 രൂപ അല്ലേ? അങ്ങോട്ട് മൊത്തം ഫ്രൂട്ട്സ് ആയിരിക്കും കേട്ടോ. ഫ്രൂട്ട്സിന്റെ കടകളാണ്. ഇതാണ് നമുക്ക് പോകേണ്ട വഴി. അപ്പോൾ ഈ ഏരിയന്റെ പുറത്തോട്ടും വെജിറ്റബിൾസ് ആണ് കേട്ടോ. വലിയൊരു മാർക്കറ്റാണ് ഇത്. ഋതുവിന്റെ കമ്മല് ആയി, പുതിയ മോഡൽ. ഇനി നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് കൂടുതൽ ടൈം എടുക്കുന്ന സംഭവങ്ങളൊക്കെ ആദ്യം ഉണ്ടാക്കി വെക്കുക, അതാണ്. അപ്പം ചിക്കൻ പൊരിക്കാനുള്ള കുറച്ച് സമയം എടുക്കുക. ചോറ് ഞാൻ മാർക്കറ്റിൽ പോകുന്നതിന് മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ചിക്കൻ പൊരിക്കാൻ എയർ ഫ്രയറിൽ വെച്ചു. ഇനി ചമ്മന്തി ഉണ്ടാക്കുകയാണ്. യെസ് ഗൈസ്, ഞാൻ എൻ്റെ കഴിവ് തെളിയിച്ചു. മടക്കി എടുത്തു കേട്ടോ. ഇത് കെട്ടാനിപ്പോൾ എന്താ?
ആയ് എന്തറിയത് മുട്ട ചമ്മന്തി എല്ലാം കൂടെ കൂട്ടി ചിക്കനും കൂടി നമുക്കെല്ലാം കൂടെ കൂട്ടി പിടിക്കാം. ഒരാൾക്ക് കൊടുക്കാത്തതിന് ചെറിയൊരു പിണക്കുണ്ട്. നല്ല മോണേ